കഥ ഭർത്താവ് ഭാഗം 71. തിങ്കളാഴ്ച രാവിലെ 8:30 മണിയായിട്ടുണ്ടാകും. ശ്രീലേഖ ഫോൺ കൊണ്ടുവന്ന് സുനിതയ്ക്ക് നേരെ നീട്ടിയിട്ട് അവളോട് നിനക്കാണ് കോൾ എന്ന് പറഞ്ഞു. ശ്രീലേഖയുടെ മുഖത്തേക്കും റിങ് ചെയ്യുന്ന ഫോണിലേക്കും സുനിത മാറി മാറി നോക്കി. കോളെടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കട്ടായി പോകും, ശ്രീലേഖ പറഞ്ഞു. ആരാ ചേച്ചി? സുനിത ഫോൺ കയ്യിൽ വാങ്ങാൻ തയ്യാറായില്ല. ജസ്ന, അവൾ കുറേ നേരമായി നിന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞേക്ക്. ഞാൻ നാളെ മുതൽ സ്കൂളിൽ വരുന്നുള്ളൂ എന്ന് അവളോട് പൊക്കോളാൻ പറയും. അവൾ നിന്നെയല്ലേ വിളിക്കുന്നത്, നീ തന്നെ പറഞ്ഞേക്ക് അവളോട്. അല്ലെങ്കിൽ അവളുടെ ക്ലാസ് കൂടി ഇന്ന് മുടങ്ങിപ്പോകും. നീ ചെല്ലുമെന്ന് കരുതിയല്ലേ മോളെ അവളും ഇന്ന് ട്യൂഷന് പോലും പോകാതെ നിൻ്റെ കൂടെ സ്കൂളിലേക്ക് വരാൻ നിൽക്കുന്നത്. എന്നിട്ടിപ്പോൾ അവളോട് പോയിക്കൊള്ളാൻ പറയാനോ? നീ പറഞ്ഞാൽ മതി. പിന്നൊരു കാര്യം കൂടി, നാളെ അവൾ സ്കൂളിൽ പോകാൻ വിളിക്കുമ്പോൾ എന്ത് ഒഴിവുകഴിവ് പറഞ്ഞ് മാറി നിൽക്കുമെന്ന് ഇന്നേ ചിന്തിച്ച് വെച്ചോണം, കേട്ടല്ലോ. ചേച്ചി ഇന്ന് ഒറ്റ ദിവസം കൂടി ഞാനിവിടെ ഇരുന്നോട്ടെ ചേച്ചി. എനിക്ക് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ മറ്റ് കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ നോട്ടം കാണുമ്പോഴേ നല്ല ജീവൻ പോകും. അവരൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കാൻ? നീ കരുതും പോലെ നിന്നോട് ആരും ഒന്നും ചോദിക്കാൻ വരില്ല മോളെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നിൻ്റെ കൂടെ ജസ്നയില്ലേ, അവൾ കൊടുത്തോളും അവർക്കുള്ള മറുപടി. നീ ആരെയും ശ്രദ്ധിക്കാൻ പോകണ്ട. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്ത് പറയും എന്നോർത്തിരുന്നാൽ നിനക്കിവിടെ ഇരിക്കാനേ കഴിയും. എന്നാലും ഞാൻ നാളെ മുതൽ പോയാൽ പോലെ ചേച്ചി. പോരാ, ഇന്ന് നീ സ്കൂളിൽ ചെന്ന് തുടങ്ങിയില്ലെങ്കിൽ നിന്നെ തിരക്കി ചിലപ്പോൾ അധ്യാപകർ ഇങ്ങോട്ട് വന്നെന്നിരിക്കും. അവരെല്ലാം നീ ചെല്ലുന്നത് കാത്തിരിക്കുക മോളെ. അല്ലാതെ ആരും നിന്നെ കളിയാക്കാനൊന്നും നിൽക്കില്ല. അത്രയ്ക്ക് ബോധമില്ലാത്തവരാണോ മറ്റുള്ള മനുഷ്യർ? ശ്രീലേഖ പറഞ്ഞു നിർത്തിയതും വീണ്ടും ഫോൺ ബെല്ലടിച്ചു തുടങ്ങി. പിടിക്ക്, എന്നിട്ട് ജസ്നയോട് പറയ് നീ ഇറങ്ങാൻ പോവുകയാണെന്ന്. അവളിപ്പോൾ കവലയിൽ എത്തിയിട്ടുണ്ടാകും. മനസ്സില്ല മനസ്സോടെ സുനിത ഫോൺ വാങ്ങി കോൾ അറ്റൻഡ് ചെയ്തു. നീ ഇറങ്ങിയില്ലടി ഇതുവരെ? ജസ്നയുടെ ചോദ്യം മറുവശത്ത് നിന്നും അവൾ കേട്ടു. ഞാനും മേബിളും കവലയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നീ പെട്ടെന്ന് വന്നേക്ക്. എടി, ഞാൻ ഇന്ന് വരണോ സ്കൂളിലേക്ക്? നാളെ മുതൽ വന്നാൽ പോരെ ജസ്നെ? നാളെ മുതലോ? അതെന്താണ് ഇന്ന് വന്നാൽ? നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നേനല്ലോ. നാളെ ഒന്നുമല്ല, ഇന്ന് വന്നോണം. ആരും നിന്നോടൊരു ചുക്കും ചോദിക്കാൻ പോകുന്നില്ല. ചോദിച്ചാൽ അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. പെട്ടെന്ന് വാടി ഇങ്ങോട്ട്. ജസ്ന കോൾ കട്ട് ചെയ്തതോടെ സുനിത എണീറ്റ് യൂണിഫോം ധരിക്കാൻ തുടങ്ങി. അവളുടെ പാത്രത്തിലെടുത്ത് വെച്ചിരുന്ന ചോറ് ശ്രീലേഖ ഒരു പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ശേഷം അവളുടെ സ്കൂൾ ബാഗിലേക്ക് വെച്ചു. സുനിത ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും ശ്രീലേഖയും ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാകാൻ തുടങ്ങി. ചേച്ചിക്ക് ഒരു പേടിയും തോന്നുന്നില്ലേ മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും ചോദിച്ചാലോ എന്നോർത്ത്? എൻ്റെ കൂടാണെങ്കിൽ ജസ്നയും മേബിളും ഉണ്ടെന്ന് വയ്ക്കാം. ചേച്ചി ഒറ്റയ്ക്ക്? അതൊക്കെ നമ്മുടെ തോന്നലടി. അവർക്കൊക്കെ ഇനി എന്ത് ചോദിക്കറിയാനാ നമ്മോടുള്ളത്? ഒന്നുമില്ല, അവരൊക്കെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞതല്ലേ. ഈ ലോകം മുഴുവൻ അറിഞ്ഞു. ഇനി നമ്മൾക്ക് മറ്റുള്ളവരെ കുറിച്ച് ഓർക്കാൻ നേരമില്ലാത്തതുപോലെ അവർക്കും നമ്മളെക്കുറിച്ച് ഓർക്കാനും നമ്മുടെ കാര്യങ്ങൾ തിരക്കാനും എവിടെ സമയം? അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ സ്റ്റാൻഡിൽ ചെന്നിട്ട് പ്രമീള ചേച്ചി ഹോസ്പിറ്റലിലേക്ക് പോകുമോ? പുള്ളിക്കാരി തന്നെ കാത്ത് അവിടെ നിൽക്കും. മതി വിശേഷം കേട്ടത്, ചെല്ലു പെട്ടെന്ന്. ശ്രീലേഖ സ്കൂൾ ബാഗ് എടുത്ത് അവളുടെ കയ്യിൽ പിടിപ്പിച്ചു. അമ്മയായിരുന്നെങ്കിൽ ചോറ്റുപാത്രം കൊണ്ടുവന്ന് ബാഗിനരികിൽ വയ്ക്കുകയാണ് ചെയ്യാറ്. താനാണ് പാത്രം ബാഗിനുള്ളിൽ വയ്ക്കുക. ശ്രീലേഖയെ ഒന്ന് നോക്കിയ ശേഷം അവൾ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി നടന്നു. ശ്രീകുട്ടൻ രാവിലെ തന്നെ അവൻ്റെ കൂട്ടുകാർക്കൊപ്പം ട്യൂഷന് പോയിരുന്നു. അവൻ്റെ 4-5 സ്നേഹിതന്മാരുണ്ട് കൂടെ പോകാൻ. സുനിത ചെല്ലുമ്പോൾ മേബിളും ജസ്നയും അവളെ കാത്ത് വെയിറ്റിംഗ് ഷെഡിൽ നിൽപ്പുണ്ട്. ഓ, ഇത്രയും വൈകിയപ്പോൾ ഞാൻ കരുതി നീ തിരിച്ചു പോയി കാണുമെന്ന്. ഇപ്പോൾ മാറിയോടി നിൻ്റെ പേടിയൊക്കെ? നീ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എല്ലാവരും നിന്നെ പിടിച്ചു നിർത്തി വിശേഷം ചോദിച്ചോ? അതോ എല്ലാവരും നിന്നെ കണ്ട് മുഖം തിരിച്ചു നിന്നോ? ജസ്ന ചോദിച്ചു. സുനിത അവളെ നോക്കി ഒന്ന് ചിരിച്ചതല്ലാതെ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ ധൈര്യമായല്ലോ അല്ലേ? കുറച്ചോ? ബാക്കി എവിടെ പോയി? ഇവിടുത്തെ പോലല്ലല്ലോ സ്കൂളിൽ ചെല്ലുമ്പോൾ. എനിക്ക് ആ തലതെറിച്ച രോഹനെ ആണ് പേടി. അവൻ്റെ കൂടെ കുറേ എണ്ണം വാലുപോലെ കാണുകയും ചെയ്യും. നീ അവരെ നോക്കാനേ പോകണ്ട സുനിതേ. അവനെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുത്തോളം മറുപടി. തീർന്നല്ലോ പ്രശ്നം. അവർ സംസാരിച്ച് നിൽക്കെ അവർക്ക് പോകാനുള്ള ബസ് വന്നു. മൂവരും ബസ്സിൽ കയറി. ബസ്സിനുള്ളിൽ നിൽക്കുമ്പോഴും ശ്രീലേഖയ്ക്ക് സന്ദേഹമുണ്ടായിരുന്നു. അവൾ ആദ്യം തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീയെ അവർ കാണാത്ത വിധം ഒന്ന് നോക്കി. ഇല്ല, അവർ തന്നെയല്ല ശ്രദ്ധിക്കുന്നത്. പിന്നെ അവർ അതിനപ്പുറം നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി. അവൾ പുറത്തേക്ക് നോക്കി നിൽക്കുന്നെങ്കിലും മറ്റെന്തോ ചിന്തയിലാണ്. അതിനപ്പുറം നിൽക്കുന്ന 2 പേർ എന്തോ കാര്യം പറഞ്ഞ് ചിരിക്കുകയാണ്. അതോടെ സുനിത മറ്റുള്ളവരുടെ എല്ലാം ഒന്ന് നോക്കി. ആരും ആരെയും ശ്രദ്ധിക്കുന്നേയില്ല. പ്രത്യേകിച്ച് തന്നെ ആരും നോക്കുന്നില്ല. ആൾക്കാർക്കിടയിലൂടെ നോയിന്ന് കയറിപ്പോകുന്ന കണ്ടക്ടർ അവളെ നോക്കി ടിക്കറ്റ് എടുത്തല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ വിടണ്ട്, വിട്ടോ എന്ന് ജസ്ന പറഞ്ഞു. അതിഷ്ടപ്പെടാത്ത മട്ടിൽ ജസ്നയെ ഒന്ന് നോക്കിയ ശേഷം ആ ചെറുപ്പക്കാരൻ പിന്നിൽ നിൽക്കുന്നവർക്കിടയിലേക്ക് തള്ളിക്കയറിപ്പോയി.
സ്കൂളിന് മുന്നിൽ ബസ്സിന് ഇറങ്ങുമ്പോൾ അവർക്കൊപ്പം 2 പേർ കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഗേറ്റ് കടക്കുമ്പോൾ സുനിതയ്ക്ക് പക്ഷേ നെഞ്ചിടിപ്പ് ഏറി വന്നു. അവൾ പ്രതീക്ഷിച്ചതുപോലെ രോഹനും 3-4 കൂട്ടുകാരും ഗേറ്റിന് സമീപത്തെ കെട്ടിൽ കയറിയിരുന്ന് വരുന്നവരുടെ എല്ലാം എണ്ണമെടുത്തും കൊണ്ടിരിക്കുകയാണ്. നീ അങ്ങോട്ട് നോക്കാനേ പോകണ്ട സുനിതേ, അവന്മാരിൽ നിന്ന് വല്ല ചമയോ കുരയോ വന്നാൽ കേട്ടിൽ നിന്ന് അടിച്ചേക്കണം, ജസ്ന അവരുടെ കാതിലേക്ക് പറഞ്ഞു. അവർ 5 പേരും എന്തോ പറഞ്ഞ് ചിരിച്ചും കൊണ്ട് രോഹനെയും സംഘത്തെയും കടന്നു പോകുമ്പോൾ കൂട്ടത്തിൽ നിന്ന് ആരോ ഒരു ഓരിയിട്ടു. മുണ്ടാതിരുന്നോണ്ടാ, ജീവൻ വേണമെങ്കിൽ, ഇത് പുള്ളി വേറെയാ. രോഹൻ്റെ കമൻറ്റും തുടർന്ന് കൂട്ടച്ചിരിയും ചിരിയൊരു കൂക്കിവിളി ആയതോടെ ജസ്ന അവിടെ തിരിഞ്ഞു നിന്നു. അവിടെ നിന്നോ, ആരും എൻ്റെ കൂടെ വരണ്ട. കൂടെയുള്ളവരെ അവിടെ നിർത്തിയ ശേഷം ജസ്ന നടന്നു രോഹൻ്റെ മുമ്പിൽ ചെന്നു. നീ പറഞ്ഞത് നിൻ്റെ കൂടെ നിന്ന് കൂവിയ ഊളന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾക്കത് പിടികിട്ടിയിട്ടുണ്ട് രോഹനെ. നോക്ക്, കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ഹെഡ്മാസ്റ്റർ എല്ലാവർക്കും വേണ്ടി ഒരറിയിപ്പ് തന്നിട്ടുള്ള. സുനിത വരുമ്പോൾ ഒറ്റ എണ്ണം അവളെ നോക്കി കളിയാക്കുകയോ അവളുടെ കഴിഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തു പോകരുതെന്ന്. നീ അത് മറന്നിട്ടില്ലല്ലോ അല്ലേ? എന്നിട്ട് അവൾ വന്നപ്പോൾ നീ കുറേ കീടങ്ങളെയും കൂട്ടി വന്ന് ആ തോന്നിവാസം കാണിച്ചതല്ലേ? അതെ, എന്താ നിനക്ക് പരാതിയുണ്ടോ? ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോയി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കടി. ഞങ്ങൾ കൂവും, ഇനിയും കൂവും. ചിലപ്പോൾ അവിടെ മുമ്പിൽ നൃത്തം ചെയ്തെന്നിരിക്കും. നിനക്ക് തടയാവോ? എന്നാൽ നീയും തടയടി. രോഹൻ വെല്ലുവിളിക്കും പോലെ നിന്നു. ഞാനെന്തിന് തടയാനാ? തടയാൻ ഇവിടുത്തെ നിൻ്റെ അമ്മയുടെ 4-ാം കെട്ട് നടക്കുന്നുണ്ടോ? പോടാ പട്ടി. ജസ്നയും അതേ നാണയത്തിൽ കൊടുത്തു. എടി, നീ എൻ്റെ അമ്മയ്ക്ക് പറയുന്നോടി. രോഹൻ ഓടി അവൾക്ക് മുമ്പിലേക്ക് വന്നതും അവൾ കൈവീശി അവൻ്റെ ചെകിട്ടത്ത് അടിച്ചു. നിനക്കിതിൻ്റെ ആവശ്യമുണ്ട് എന്ന് എന്നേ ഞാൻ ഓങ്ങി വെച്ചതാ. ഇന്നാ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത്. എടി, നിന്നെ ഞാൻ. അവൻ അവളുടെ കഴുത്തിൽ പിടിക്കാൻ കൈ നീട്ടവേ അവൾ ഇടത് കൈകാൽ പിന്നോട്ട് മടക്കി ചെരുപ്പിൻ്റെ വളിയിൽ പിടിച്ചു. നീ ഇത് എന്നോട് ചോദിച്ചു വാങ്ങിയ രോഹനെ. എൻ്റെ ശരീരത്തിന് തൊട്ടിട്ടുണ്ടെങ്കിൽ ചെരുപ്പൂരി ഞാൻ നിന്നെ അടിക്കും. അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. ജസ്നയെ പറയുന്നത്. അല്ലെങ്കിൽ നീ ഒന്ന് തൊട്ടു നോക്ക്. ജസ്നയുടെ ശൗര്യം കണ്ടാൽ അവൾ അത് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. കൂട്ടുകാരിൽ ഓടി വന്ന് ജസ്നയെ തടഞ്ഞു. കുട്ടികളെല്ലാം അവർക്ക് ചുറ്റും കൂടിയതോടെ രോഹൻ പല്ലുകൾ ഞെരിച്ചും കൊണ്ട് അവരെ നോക്കി. നീ ഇവിടെ തന്നെ കാണുമല്ലോടി, നിനക്കുള്ളത് ഞാൻ ഇവിടെ വെച്ച് തന്നെ തരുന്നുണ്ട്, അവൻ പകയോടെ പറഞ്ഞു. പോടാ, തോറ്റമ്പി പോകുമ്പോൾ നിന്നെപ്പോലുള്ള ഊളകളുടെ സ്ഥിരം ഡയലോഗാണ് ഇത്. ഇതൊക്കെ ചിലവാകുന്നിടത്ത് കൊണ്ടുപോയി പ്രയോഗിക്ക്. ആ സൈസൊന്നും ഇവിടെ എടുക്കുന്നില്ല. ജസ്ന കൂട്ടുകാരികളെയും കൂട്ടിക്കൊണ്ട് ക്ലാസ് മുറിയിലേക്ക് പോന്നു. ആദ്യത്തെ അവർ തന്നെ ഹെഡ്മാസ്റ്റർ വന്ന് കാണാൻ ജസ്നയ്ക്ക് നോട്ടീസ് കിട്ടി. അവൾ ധൈര്യസമേതം ഓഫീസ് റൂമിലേക്ക് ചെന്നു. അവിടെ രോഹനും നിൽപ്പുണ്ടായിരുന്നു. നീ എന്താ ഝാൻസി റാണിക്ക് പഠിക്കുന്നോ? ഒരു സഹവിദ്യാർത്ഥിയെ കൈനീട്ടി അടിക്കാൻ നിനക്ക് ആരാ ലൈസൻസ് തന്നത്? ഹെഡ്മാസ്റ്റർ അവളോട് ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ ഇയാളെ അടിച്ചില്ലായിരുന്നെങ്കിൽ ഇയാൾ എൻ്റെ കഴുത്തിൽ പിടിച്ചേനെ സാർ. അത് ചിലപ്പോൾ സാറിൻ്റെ മുമ്പിലൊന്നും നിൽക്കില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനും കോടതിയുമൊക്കെ ചിലപ്പോൾ ഇയാൾക്ക് കയറി ഇറങ്ങേണ്ടി വരുമായിരുന്നു. അതൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ സാറിന് വേണ്ടി കൂടിയാ ഞാൻ ഇയാളുടെ മുഖത്തടിച്ചത്. സാറിൻ്റെ വാക്കിന് പുല്ലുവിലിട്ടതിന് ഒരു സ്കൂളിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാക്കുകൾക്കൊന്നും ഒരു വിലയും ഇല്ലാതാക്കി കളയുന്നത് ഇയാളെപ്പോലുള്ള കുട്ടികളാണ് സാർ. മതി മതി, നിർത്ത്. ഇത് ഇവിടെ കൊണ്ട് നിർത്തുന്നോ അതോ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നോ? നിങ്ങൾക്ക് ഒരു തീരുമാനമെടുത്തോണം ഇപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം തീരുമാനമായിരിക്കുകയും വേണം. ഹെഡ്മാസ്റ്റർ 2 പേരെയും മാറി മാറി നോക്കി. സാറേ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പരാതിയുമില്ല. ഇയാളെയും ഇയാളുടെ കൂട്ടാളികളെയും കൊണ്ട് ഇനി സുനിതയ്ക്ക് ഈ സ്കൂളിൽ വെച്ച് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. അത്രയുള്ളൂ, സുനിത പറഞ്ഞു. ഹെഡ്മാസ്റ്റർ കട്ടിക്കണ്ണടയ്ക്ക് മുകളിലൂടെ കണ്ണുകൾ ഉയർത്തി രോഹനെ നോക്കി. ആ കുട്ടിയെ അപമാനിക്കണമെന്നൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു സാർ. അപ്പോഴത്തെ ഒരു വാശിക്ക് രോഹൻ പറഞ്ഞു പൂർത്തിയാകാതെ നിർത്തി. ഈ വാശിയും വൈരാഗ്യമൊക്കെ എല്ലാവരും കളഞ്ഞേക്കണമെന്നാണ് ഞാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങൾ ഒരാളാണ് രോഹൻ. ആ കുട്ടി അവളുടെ ജീവിതത്തിൽ അവളുടെ കുറ്റം കൊണ്ടല്ലാതെ എന്തൊക്കെയോ സംഭവിച്ചു പോയി. അത് വേണമെങ്കിൽ നാളെ നിൻ്റെ ജീവിതത്തിലും ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലും ഒക്കെ വന്നേക്കാം. അതൊരു വിധിയാണ്. അതിനെ തടയുക അസാധ്യമാണ്. ആ കുട്ടിയുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു പോയി. നിങ്ങൾ ഒരാളായി നിങ്ങൾ തന്നെയാണ് അതെന്ന് കരുതി അവളെ ചേർത്ത് നിർത്തി സ്നേഹിക്കേണ്ടതിന് പകരം അവളുടെ മനസ്സ് തകർത്ത് കളയുന്ന പ്രവൃത്തികളാണോ നീ ചെയ്യേണ്ടത്? രോഹൻ പതിയെ മുഖം താഴ്ത്തി. രോഹനോടാണ് എൻ്റെ ചോദ്യം. സോറി സാർ, അവൻ മുഖമുയർത്താതെ പറഞ്ഞു. ഈ ക്ഷമാപണം നടത്തേണ്ട എന്നോടല്ല. സുനിതയ്ക്ക് സന്തോഷമാകുമെങ്കിൽ അവൾക്ക് മുന്നിൽ നിന്ന് വേണം ഇത് പറയാൻ. അവൾക്കിത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാം അവളുടെ ഒപ്പമുണ്ടെന്നും അവളെ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നുണ്ടെന്നും ഒരു തോന്നലുണ്ടാകും. നീ ചെയ്തൊരു വലിയ തെറ്റാണ് രോഹൻ. നിനക്കത് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. രോഹൻ മുഖമുയർത്താതെ തലയാട്ടി. ആ പ്രശ്നം അവിടെ പരിഹരിച്ച ശേഷം അവരുടെ ക്ലാസ് റൂമിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു. സഹവിദ്യാർത്ഥിയുടെ മുഖത്തടിച്ചത് തെറ്റാണെന്ന് ജസ്നയോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം കരുതിയത് മറ്റൊന്നാണ്. ഇവനെപ്പോലുള്ള തെമ്മാടികളെ ഇവളെപ്പോലുള്ള കുരിപ്പുകൾ വേണം നേരിടാൻ.
താൻ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവളുടെ ആത്മവിശ്വാസം കെട്ടുപോകാനായിരിക്കും ഇത് ഉപകരിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു. ഉച്ചയ്ക്കുള്ള 1 മണിക്കൂർ ഇൻ്റർവെൽ നേരത്ത് താൻ ക്ലാസ്സിലില്ലായിരുന്ന നേരത്തെ നോട്ട്സുകൾ പകർത്തിയെടുക്കുകയാണ് സുനിത. അവൾക്കുള്ള സംശയങ്ങൾ തീർത്തുകൊണ്ട് ജസ്നയും മേബിളും ഇരുവശവും ഇരിപ്പുണ്ട്. അതിനിടയിൽ മേബിൾ പതിയെ ജസ്നയെ തോണ്ടി വിളിച്ചു പുറത്തേക്ക് കണ്ണുകൾ കാണിച്ചു. ജസ്ന നോക്കുമ്പോൾ രോഹനും 1-2 സുഹൃത്തുക്കളും തങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് വരികയാണ്. സുനിത അത് കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിൽ തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. ജസ്ന കൈമുട്ട് ഡെസ്കിന് മീതെ കുത്തിപ്പിടിച്ച് കൈപ്പത്തിയിലേക്ക് തലചരിച്ചു വെച്ച് കൗതുകത്തോടെ അവനെ നോക്കി. അവൻ വന്ന് അവർക്ക് മുമ്പിൽ നിന്നപ്പോൾ ജസ്ന പുരികം മാത്രം ഉയർത്തി എന്തേന്ന അർത്ഥത്തിൽ ചോദിച്ചു. എനിക്കൊന്ന് സംസാരിക്കണം, അവൻ വിനയത്തോടെ പറഞ്ഞു. സംസാരിച്ചോ? ജസ്ന അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. സുനിതയോടാ. ആരോട് വേണമെങ്കിലും സംസാരിച്ചാളനെ. ഇനി ഞങ്ങൾ ഇവിടുന്ന് മാറി തന്നിട്ട് സുനിതയോട് സംസാരിക്കുമെന്നുണ്ടെങ്കിൽ വേണ്ട. ഞങ്ങൾ ഇരിക്കുമ്പോൾ അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ സുനിതയോട് ഒരു സോറി പറയാൻ വന്നതാ, അവൻ നിർത്തി പറഞ്ഞു. പറഞ്ഞോ മാഷേ, അവൾക്ക് ചെവി കേൾക്കാം. 1-2 സോറി പറഞ്ഞോ. സുനിത പെട്ടെന്ന് കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ക്ഷമിച്ചേക്ക് കേട്ടോ, അറിവില്ലാതെ ഞാൻ ചുമ്മാ ഒരു നേരം പോക്കിന് എല്ലാവരും കൂടി ആവേശം കാണിച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ. സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, മറന്നേക്കണേ അത്, അവൻ പറഞ്ഞു. സുനിത മുഖമുയർത്തി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അതോടെ അവന് ധൈര്യമായി. അവൻ്റെ മുഖത്തും ഒരു തെളിച്ചം വന്നു. സന്തോഷത്തോടെയാണ് അവർ അവിടെ നിന്നും തമ്മിൽ പിരിഞ്ഞത്. ഇത്രയും ദിവസം ഇവരെയൊക്കെ പേടിച്ചാണല്ലോ താൻ സ്കൂളിലേക്ക് വരാതിരുന്നത് എന്നോർത്തപ്പോൾ അവൾക്കൊരു നഷ്ടബോധം തോന്നി. അവൾക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ സ്നേഹിതകൾക്ക് 100% മനസ്സായിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.